ലാ ഇലാഹ എന്ന് പറഞ്ഞു. ആർക്കറിയും ലാ ഇലാഹ? ഇങ്ങോട്ട് ഷേഖിനെ വിളിക്കുമോ, ലാ ഇലാഹ ഇലാഹ എന്ന് ചോദിക്കും. വലിയ വലിയ ആൾക്കാരുണ്ടല്ലോ ഇവിടെ. ഞാൻ ഒമ്പന്മാരാണ് ഇവിടെ. ഇപ്പം പറയുന്നത് കാന്തപുരം ഇതുപോലെ ആൾക്കാരുണ്ട്, ഷേഖന്മാരുണ്ട്. മരിച്ചാൽ അവർ കബറൊക്കെ കാണാം, ഉണ്ടാവും. പക്ഷെ ഖുർആൻ ഞാൻ വാപ്പക്ക് കാണിച്ചു കൊടുത്തു. ഖുർആനിൽ പറയുന്ന കബർ അള്ളാഹു എല്ലാം കാണിച്ചും വരച്ചും കൊടുത്തവർക്കാണ് എന്ന് സൂറത്ത് 100 35, 36, 37 വചനത്തിൽ പറയുന്നു. ആർക്കാ കബർ? അതിൽ പറയും, നമ്മളെന്താ വായിച്ചത്? ആദരണീയമായി പടുത്തുയർത്തപ്പെടുന്നതിനും. ആദരണീയമായി പടുത്തത് കഅബ ശരീഫ്, മദീന, മമ്പർ സിദലി തങ്ങൾ, ഇത് അജ്മീർ, ഖാജ, ഇതെല്ലാം ആദരണീയമായി പടുത്തുയർത്ത കബറുകളല്ലേ. ആദരണീയമായി പടുത്തുയർത്തപ്പെടുന്നതിനും ഞാൻ ഖുർആൻ വാക്യങ്ങളാണ് പറഞ്ഞത്. അതിൽ തൻ്റെ നാമം സ്മരിക്കപ്പെടുന്നതിനും, അതിൽ അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കപ്പെടുന്നു ഉത്തരവിട്ടിട്ടുള്ള ചില മന്ദിരങ്ങളിൽ കാണപ്പെടുന്നവരെത്രേ? ആരാ? അള്ളാഹുവിൻ്റെ പ്രകാശത്തിലേക്ക് മാർഗദർശനം ലഭിച്ചവരാണ്. അദൃശ്യതയിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിശേഷ ഗുണമെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു വിത്തെന്ന പോലെ അള്ളാഹു ആദ്യം ദൃശ്യമായി. ആദ്യ ഒളിവ് എന്ന് പറയും, കേട്ടില്ലേ? ആദ്യ ഒളിവ് നൂറുള്ള, അതാണ് 100 പ്രകാശം. അത് അള്ളാഹുവാണ്, അള്ളാഹുവിൻ്റേതാണ് ആ പ്രകാശം. അള്ളാഹുവാണ് ഈ പ്രകാശമായി വന്നത്. അദൃശ്യനാണ്. അവനിൽ നിന്ന് അവൻ ദൃശ്യമായപ്പോൾ ആ പ്രകാശമായി, അവൻ്റേതാണ് പ്രകാശം. അപ്പോൾ 100 എന്ന് പറഞ്ഞതാണ്. അങ്ങനെ ആ പ്രകാശം വിത്ത് അല്ല, ആദ്യ വിത്ത്. പലവരും പാട്ടിലൊക്കെ പറഞ്ഞ ആദ്യ വിത്ത് എന്നൊക്കെ, ആദ്യ ഒളിവ്, ആദ്യ വിത്ത് എന്നൊക്കെ. ഞാൻ അതിനെ മനസ്സെന്ന് പറയും. കാരണം ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു മനസ്സിലാണ്. എന്നിട്ടുള്ള ആ മനസ്സുള്ള പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒളിവിനെ അള്ളാഹുവിൻ്റെ മനസ്സെന്ന് പറയും. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ മനസ്സിലൂടെയാണ്, അല്ലെങ്കിൽ വിത്തിലൂടെയാണ്, ആ പ്രകാശത്തിലൂടെയാണ്. അതിന് അറബിയിൽ പറയുന്നുണ്ട്, എന്താണ്? സജറത്ത് ത്വയ്യിബ അല്ലേ? എന്താ സജറത്ത് ത്വയ്യിബ, ഷഹാദത്ത് കൽമയിലൂടെ ഇതെല്ലാം കാണിക്കുന്നതാണ്. ഇത് അദൃശ്യത്തിൽ നിന്ന് അള്ളാഹു ആദ്യ ഒളിവായും പ്രകാശമായും, അതിന് നമ്മളെ ഉപനിഷത്തുകൾ പറയും ജ്യോതി എന്ന് പറയും. നമ്മൾ 100 എന്ന് പറയും ഉപനിഷത്തിൽ ജ്യോതി എന്ന്. 100 എന്ന് പറഞ്ഞാൽ അറബി, ജ്യോതി എന്ന് പറയും മലയാളത്തിലെ പ്രകാശം എന്ന് പറയും. പിന്നെ അവർ ഓംകാരം പറയും, ഓം നമഃ ശിവായ എന്ന്. ഓം എന്ന് പറഞ്ഞ ആ പ്രകാശത്തെ പറഞ്ഞു. സ്വാമികൾക്ക് പലർക്കും അറിയില്ല ഓം എന്താണ്. അവരെന്തോ ഭയങ്കരമായി. അപ്പം ജ്യോതിയാണ്, ഓംകാരമാണ്, 100 ഉള്ളയാണ്. അതിനെന്ത് പറഞ്ഞറിയാം അറബിയിൽ? വേറെ സൂറത്ത് 35, 100 സൂറത്തിൻ്റെ പേര് ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാണ് അള്ളാഹു അല്ലേ. അള്ളാഹു 100 സമാവാസി പറഞ്ഞു. കണ്ടിട്ടുണ്ടോ? അവൻ കണ്ടിട്ടുണ്ടോ ആ പ്രകാശത്തെ? ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമായ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ? ആ പ്രകാശത്തെ കണ്ടിക്കണോ? ആ പ്രകാശം അള്ളാഹുവിൻ്റെ ഇതാണ്. ആ പ്രകാശം അള്ളാഹുവാണ് ആ പ്രകാശമായി വന്നത്. കണ്ടിട്ടുണ്ടോ? ഈ കാണപ്പെട്ടവർക്ക് തന്നെയല്ലേ? ഇല്ല, എല്ലാം എന്ന് പറയാൻ പറ്റില്ല. ആ ഒന്നാണ്. ആകാശഭൂമികളുടെ പ്രകാശമാണ് അള്ളാഹു. അതിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. അതാണ് വിത്ത്, പ്രപഞ്ചത്തിലാകെ വിത്ത്. അതൊന്നാണല്ലോ, അതിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഇങ്ങനെ എന്നുള്ളതാണ്. ആ വിത്ത് പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് ആ വിത്ത്, ആ പ്രകാശത്തിൻ്റെ കാഠിന്യം ജ്വലിച്ചു കൊണ്ടേയിരിക്കും. ആ ചോലക്ക് നമ്മൾ തീയെന്ന് പറയും. ആ പ്രകാശത്തിൻ്റെ കാഠിന്യം ശക്തമായ ചൂടാണ്. ചൂടിൽ നിന്ന് മർദ്ദം, തള്ളൽ, വികാസം ഉണ്ടാകുന്നു. നമ്മൾ കുക്കർ വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓട്ട അടിഞ്ഞു പോയിൻ്റെ പൊട്ടിത്തെറിക്കും കുക്കർ. അപ്പം ആ ചൂടിൽ നിന്നാണ് ആ മർദ്ദം, തള്ളലെല്ലാം ഭസ്മമാക്കി കളയും അല്ലേ, വെന്തിട്ട് ചൂടൊന്നും. അപ്പോൾ ചൂടാണ് അതിശക്തി. ആ ആദ്യ ഒളിവ് അതിൻ്റെ പ്രകാശത്തിൻ്റെ കാഠിന്യം ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു, തീയെന്ന് പറയും. പിന്നെ ആ ചൂടിൻ്റെ ശക്തി മർദ്ദം തള്ളി വികസിച്ച് വ്യാപിച്ചു വന്നു പ്രകാശം
തീ, വായു വികസിച്ചു വരുന്നു, പ്രകാശം വികസിച്ചു, വായു, ഓക്സിജനും ഹൈഡ്രജനും അതിന് ചേർന്ന് വെള്ളമുണ്ടാകുന്നു, വെള്ളം പിന്നെ മറ്റുള്ള വാതകങ്ങളെല്ലാമായി ആ പ്രകാശം വികസിച്ച് വ്യാപിച്ച് വന്ന് ഉപനിഷത്തുകൾ പറഞ്ഞു അർദ്ധനരീശ്വരനായ ശിവൻ ദൃശ്യമായി. ശിവൻ എന്ന് പറയുമ്പോൾ ആര്? സ്ത്രീയും പുരുഷനും ചേർന്നാന്ന് പറഞ്ഞു. ഞാൻ സ്വാമിമാരോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അർദ്ധനരീശ്വരൻ, അതൊരു മറ്റേ സങ്കല്പമാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. അവർ കണ്ടിട്ടില്ല, അവർക്കറിയില്ല. ഋഷീശ്വരന്മാർ കണ്ടറിഞ്ഞ് എഴുതിയതാ. ഇവർ വായിച്ചിട്ട് അതിനെ ഉപമകളും സങ്കല്പങ്ങളും നിഗമനങ്ങളുമായിട്ട് വേറെ പോയി. അതുകൊണ്ടാണ് മുസ്ലിം പണ്ഡിതന്മാരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അർത്ഥം എന്ന് പറഞ്ഞാൽ പാതി, പാതി സ്ത്രീയും പാതി പുരുഷനുമാണ്. അങ്ങനെ ആ പ്രകാശം പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് അർദ്ധനരീശ്വരനായ ശിവനായി ദൃശ്യമായി. അതായത് ഭൂമിയും മറ്റു ഗോള അവയവങ്ങളെല്ലാം ചേർന്ന്, പല അവയവങ്ങളും ചേർന്നല്ലേ നമ്മുടെ ശരീരം കൂട്ടായ്മല്ല. എന്ന പോലെ സൂര്യനും ചന്ദ്രനും ഭൂമിയും മറ്റു ഗോളങ്ങളെല്ലാം ചേർന്ന് ഒരു ശരീരം എന്ന പോലെ അർദ്ധനരീശ്വരനായ ശിവൻ ദൃശ്യമായി. ആ ശിവനെ അറബിയിൽ പറയും ഇലാഹൻ. ഒന്നിന് തന്നെയാണ് ഇവര് അവിടെ അതിലും പറഞ്ഞു, ഇവിടെ ഇതിലും പറഞ്ഞത്. പ്രപഞ്ചം, ശാസ്ത്രം പറഞ്ഞ പ്രപഞ്ചമെന്നു. സൂര്യനും ചന്ദ്രനും ഭൂമിയും എല്ലാ ഗോളങ്ങളും ചേർന്ന ഒരു കൂട്ടായ്മ ചേർന്ന ഒരു വിശാലമായ ശരീരമല്ലേ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞു. അതിനെയാണ് അർദ്ധനരീശ്വരൻ എന്ന് പറഞ്ഞത്. അറബിയിൽ ഇലാഹ് എന്ന് പറഞ്ഞത്. നിങ്ങൾ ഏത് വലിയ പണ്ഡിതനും ചോദിച്ചാൽ ഇലാഹ് എന്താണെന്ന് വെച്ചാൽ അവർ കാണിച്ചു കയ്യില. എന്നിട്ട് ഈ നാരിയാം സ്ത്രീ എന്നാൽ വിത്തിട്ട മുളക്കുന്ന ഗർഭമാണ് സ്ത്രീ. അതിനാ നാരി എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വിത്തിട്ടാലും മുളക്കുന്ന ഗർഭമായ നാരിയാം ഗർഭമായ ഭൂമിയിലേക്ക്, ഭൂമിയിൽ നിന്ന് ഭൂമി ദേവി എന്ന് പറയും. ഭൂമി ദേവിയുടെ സന്താന പരമ്പരകളാണ് സസ്യങ്ങളും ജീവജാലങ്ങളും മനുഷ്യനും. ഭൂമി ദേവിയുടെ സന്താന പരമ്പരകളാണ്. ഈ ഭൂമി ദേവിക്കും ഭൂമി ദേവിയുടെ സന്താന പരമ്പരകൾക്കും വെള്ളവും ഭക്ഷണവും ഓക്സിജനും ആവശ്യമായതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പിതാവുണ്ട് അല്ലേ? എല്ലാം തന്നുകൊണ്ടിരിക്കുന്നു. ആരെ കണ്ടിട്ടുണ്ടോ പിതാവിനെ? അല്ല, അതാണ് ആ പ്രകാശമാണ്. പ്രകാശമാണ്. കാരണം നമ്മൾക്ക് വെള്ളം കിട്ടുന്ന ഏതിൽ നിന്നാണ്? ആരാ വെള്ളം തരണം? അള്ളാഹു എന്ന് പറഞ്ഞ എല്ലാവരും, അല്ല ഈശ്വരൻ എന്ന് പറയും. ആ സൂര്യപ്രകാശമാണ് വെള്ളത്തിൽ ചൂടേൽപ്പിച്ച് നീരാവിയാക്കി മേലോട്ട് കൊണ്ടുപോയി മേഘങ്ങളായി കൊണ്ടുവയ്ക്കുകയും മഴയായിട്ട് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. മഴയില്ലാത്ത ഈ കാലത്ത് മലമുകളിലൂടെ മേഘങ്ങൾ അരുവികളായും തോടുകളായും പുഴകളുമായും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ ഏത് കാലത്തും. അപ്പോൾ സൈക്കിൾ ആ മേഘങ്ങളാണ് ഈ മേഘങ്ങളിലൂടെ ഭൂമിക്ക് മഴയിലൂടെയും മലമുകളിലൂടെയും വെള്ളത്തിന് ജീവജലം നൽകുന്ന ആരാ? ആ പ്രകാശമാണ്. പ്രകാശത്തിലൂടെയാണ് അല്ലേ? പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്ന ആരാ? ഭക്ഷണങ്ങളായാലും നെല്ലും മരങ്ങളും ഇതൊക്കെ ഉണ്ടാക്കി തരുന്നത് സൂര്യൻ തന്നെയാണ്. സൂര്യപ്രകാശം ഏറ്റില്ലെങ്കിൽ സസ്യങ്ങളുണ്ടാവില്ല. അപ്പോൾ ഭൂമി ദേവിക്കും അർദ്ധനാരിയായ ഭൂമിക്കും സന്താന പരമ്പരകൾക്കും വെള്ളവും ഭക്ഷണം ഊർജം ആവശ്യമുള്ളതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രകാശ ഒരു പിതാവുമുണ്ട്. അപ്പോൾ ഈ മാതാവും പിതാവും ചേർന്നതാണ് അർദ്ധനരീശ്വരനായ ശിവൻ. ശരിയാണ്. നാരി സ്ത്രീയായി പുരുഷെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന പുരുഷനുമായില്ലേ? ഇതാണ് ലാ ഇലാഹ എന്ന് പറയുന്നത്. ആർക്കറിയും ലാ ഇലാഹ? ഇങ്ങോട്ട് ഷേഖനെ വിളിക്കോ ലാ ഇലാഹ ഇല്ലാതാന്ന് ചോദിക്കുക. വലിയ വലിയ ആൾക്കാരുണ്ടല്ലോ ഇവിടെ. ഞാൻ ഒമ്പന്മാരാണ് ഇവിടെ ഇപ്പം പറയുന്നത്. കാന്തപുരം ഇതുപോലെ
വലിയ ആൾക്കാരുണ്ട്, ഷേഖന്മാരുണ്ട്. മരിച്ചാൽ അവരെ ഖബറൊക്കെ കാണാം, ഉണ്ടാവും. പക്ഷെ ഖുർആൻ ഞാൻ വാപ്പക്ക് കാണിച്ചു കൊടുത്തു. ഖുർആനിൽ പറയുന്ന ഖബർ അള്ളാഹു എല്ലാം കാണിച്ചും വരച്ചും കൊടുത്തവർക്കാണ് എന്ന് സൂറത്ത് 100 35, 36, 37 വചനത്തിൽ പറയുന്നു. ആർക്കാ ഖബർ? അതിൽ പറയും, നമ്മളെന്താ വായിച്ചത്? ആദരണീയമായി പടുത്തുയർത്തപ്പെടുന്നതിനും. ആദരണീയമായി പടുത്തത് കഅബ ശരീഫ്, മദീന, മമ്പർ സീദലി തങ്ങൾ, ഇത് അജ്മീർ ഖാജ, ഇതെല്ലാം ആദരണീയമായി പടുത്തുയർത്ത ഖബറുകളല്ലേ. ആദരണീയമായി പടുത്തുയർത്തപ്പെടുന്നതിനും ഞാൻ ഖുർആൻ വാക്യങ്ങളാണ് പറഞ്ഞത്. അതിൽ തൻ്റെ നാമം സ്മരിക്കപ്പെടുന്നതിനും, അതിൽ അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കപ്പെടുന്നു ഉത്തരവിട്ടിട്ടുള്ള ചില മന്ദിരങ്ങളിൽ കാണപ്പെടുന്നവരത്രേ. ആരാ? അള്ളാഹുവിൻ്റെ പ്രകാശത്തിലേക്ക് മാർഗദർശനം ലഭിച്ചവരാണ്. ഖുർആൻ പറയാണ്. ഞാൻ ആ വചനം അതുപോലെ പറയും, നിങ്ങൾ പോയി നോക്കിയാൽ കാണാം. അപ്പം ആ മന്ദിരങ്ങളിൽ അള്ളാഹ് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും പോയി ആവശ്യപ്പെടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതും അള്ളാഹുവിനെ സ്മരിക്കപ്പെടുന്ന മന്ദിരത്തിൽ ാണ്. അല്ലാത്തവർ പൊട്ടന്മാരില്ലേ, ഊഹക്കാരില്ലേ, സങ്കല്പക്കാരില്ലേ. അപ്പോൾ എൻ്റെ അനുഭവത്തിലൂടെ അള്ളാഹു എന്നെ ആ പ്രകാശത്തിൽ കൊണ്ട് എത്തിച്ചപ്പോൾ ഞാൻ ആ പ്രകാശമാണ്. അതാണ് റസൂലുള്ളാഹിയും പറഞ്ഞത്, അന മിൻ നൂരില്ലാഹി കുല്ല ഷൈഇൻ മിൻ നൂർ. എല്ലാ വസ്തുക്കളും എൻ്റെ നൂറിൽ നിന്നാണ്. ആ നൂറിൽ നിന്നല്ലേ ഇപ്പോൾ എല്ലാം ഞാൻ സൃഷ്ടിച്ച് കാണിച്ചിരുന്നില്ലേ? ശരിയല്ലേ? ഞാനും അതുപോലെ പ്രകാശമായിരുന്നു. പ്രകാശമായ ഞാനാണ് പ്രസരിച്ച് വികസി പ്രകാശം, തീ, ചൂട്, വായു, വെള്ളം എല്ലാം വാതകങ്ങളായി അർദ്ധനരീശ്വരനും ഇലാഹുമായ പ്രപഞ്ച സ്വരൂപമായ ആ സൂര്യനും ചന്ദ്രനും ഭൂമിയും എല്ലാം ചേർന്ന്, എല്ലാ അവയവങ്ങളും ചേർന്ന് ഒരു ശരീരം. നരീശ്വരനും ആ ഇലാഹുമായി ദൃശ്യമായി വന്ന എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ, എൻ്റെ ഈ വിശാലമായ അർദ്ധനരീശ്വരനും ഇലാഹുമായ എൻ്റെ ഈ വിശാലമായ ശരീരത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഇലാഹും അർദ്ധനരീശ്വരനും ശിവനുമാണ്. ആ കാഴ്ചയിലും ആ ബോധത്തോടാണ് എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശം മനസ്സ് തന്നെ ബീജമായി ഇറങ്ങി വന്നു. ആദ്യമായ നൂറ് പ്രകാശം ജ്യോതി, ആ നൂറ് തന്നെ ബീജമായി ഇറങ്ങി വന്നു എൻ്റെ ഗർഭത്തിലേക്ക്. എന്നിട്ട് ആ നരിയാം സ്ത്രീയും മുളയ്ക്കുന്ന ഗർഭമായ നരിയാം സ്ത്രീയും ആ പുരുഷനുമായി, പ്രകാശമായ പുരുഷനുമായി ഞാൻ ദൃശ്യമായി, ഞാൻ അവതരിച്ച, ഞാൻ ദൃശ്യമായ ഞാൻ ആ ശിവൻ, അർദ്ധനരീശ്വരൻ ശിവനല്ലേ, ശിവൻ്റെ അവതാരമാണ് നാമെല്ലാം. ശിവനല്ലേ അവതരിച്ചത് ഭൂമിയിലൂടെ, തൻ്റെ ഗർഭത്തിലൂടെ പിറന്നത്. ശിവൻ്റെ അവതാരമാണ് നമ്മെല്ലാം, ഭൂമിയിലെ എല്ലാ മനുഷ്യരും. അത് കൃഷ്ണനായാലും രാമനായാലും ബുദ്ധനായാലും ഗുരുനാനാക്കായാലും മുഹമ്മദും യേശു എല്ലാവരും ഈ ഭൂമിയിൽ പിറന്ന അർദ്ധനരീശ്വരനും ഇലാഹിൻ്റെ സന്താന പരമ്പരകളല്ലേ. അപ്പോൾ ഇവിടെ മുഹമ്മദ് ഉണ്ടോ, യേശു ഉണ്ടോ, കൃഷ്ണനുണ്ടോ, രാമനുണ്ടോ, ബുദ്ധനുണ്ടോ, നിങ്ങളുണ്ടോ, ഞാനുണ്ടോ? ആരുമില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ ചെറുപരിപ്പ് മാത്രമാണ് ഞാൻ. അതിൽ പറഞ്ഞ ഉപനിഷത്ത് പറഞ്ഞ പോലെ ആ ശിവാവതാരമാണ്, സ്വരൂപത്തിനാണിത് പറഞ്ഞിട്ടോ, സ്വരൂപങ്ങൾക്കാണ്. അദൃശ്യനായ അള്ളാഹു ദൃശ്യമായ അള്ളാഹുവിൻ്റെ സ്വരൂപമാണ്, ഈശ്വരൻ്റെ സ്വരൂപമാണ്. അതിനാണ് അർദ്ധനരീശ്വരന ശിവനെന്നും ഉപനിഷത്തുകൾ അറബിൽ ഇലാഹ് എന്നും പറയുന്നത് ഈ സ്വരൂപമാണ്. അപ്പോൾ ഈ സ്വരൂപമല്ലാതെ കൃഷ്ണനും രാമനും മുഹമ്മദും യേശുവും നിങ്ങളും ഞാനും ഇല്ല. അർദ്ധനരീശ്വരൻ എടുത്ത ശിവസ്വരൂപം ഇലാഹിൽ നിന്ന് പറഞ്ഞ ഇല്ലാല്ലയുമാണ്. ശിവൻ്റെ അവതാരം ഇലാഹിൽ നിന്ന് പിറന്ന ഇല്ലാല്ല നാമാണ്. ഇലാഹല്ലേ, ഇലാഹിൻ്റെ ഗർഭത്തിലേക്ക് ആ പ്രകാശം തന്നെ ഇറങ്ങി വന്ന് ആ ഇലാഹിൽ നിന്ന് ഇലാഹിൽ തന്നെ പിറന്ന ഇല്ലല്ല ലാ ഇലാഹ ഇല്ലല്ല അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ല നാമാണ്. ഇലാഹിൽ പറഞ്ഞത് ആരാ? ഇല്ലല്ല നമ്മളല്ലേ. ഈ ഇലാഹിൻ്റെ ഗർഭമായ ഭൂമിയിൽ നിന്ന് ആ
ആ ഇലാഹി തന്നെയാണ് പിറന്ന് ഇല്ലല്ലയാൽ ഈ നാരിയാം സ്ത്രീയായ ഗർഭത്തിലൂടെ ആ ശിവൻ തന്നെയാണ് അവതരിച്ചത്. ശിവാവതാരം ഇലാഹി എന്ന് പറഞ്ഞ ഇല്ലല്ലേ ഒന്നല്ലേ മോനെ. അപ്പോൾ ഉപനിഷത്തും ഖുറാനും എന്താ വ്യത്യാസം? അറിയാത്തവർക്ക് രണ്ടാണ്, പലതാണ്. കണ്ടവർക്ക് ഒന്നാണ്. അപ്പം ഞാനില്ല ഇവിടെ. ഞാൻ അദൃശ്യനായ പരമാത്മാവായ അള്ളാഹു ആ പ്രകാശമായും റസൂള്ള പറഞ്ഞ മാതിരി അനമിന്നൂരില്ലാഹിയായിരുന്നു. ആ നൂറാണ് പ്രസരിച്ച് വികസി വ്യാപിച്ച് അർദ്ധനരീശ്വരന ശിവനും ഇലാഹുമായി ഇല്ലല്ലയുമായി സകലമാനവും അനമിന്നൂരില്ലാഹി കുല്ല ഷൈഇൻ മിന്നൂർ. എല്ലാ വസ്തുക്കളും എൻ്റെ നൂറിൽ നിന്നാണ്. അതാ ശരിയാ. ഞാൻ അങ്ങനെ വന്നതാണ്. അതുകൊണ്ട് ആ അനുഭവം വെച്ച് നോക്കുമ്പോൾ റസൂള്ള പറഞ്ഞതൊക്കെ റസൂള്ളി അങ്ങനെ വന്ന റസൂലിൻ്റെ അനുഭവമാണ് പറഞ്ഞത്. ഇനി അതാണ് ഷഹാദത്ത് കൽമയിലൂടെ വിശദീകരിക്കുന്നത്. അപ്പം നമ്മളെല്ലാം ആ ഒന്നല്ലേ. ഇവിടെ കൃഷ്ണനും രാമനും മുഹമ്മദും യേശുവില്ല, ശിവ അവതാരമല്ലാതെ. ഇലാഹെന്ന് പറഞ്ഞ ഇല്ലല്ല അല്ലാതെ ഇല്ല അല്ല നാമാണ്. എന്നിട്ട് നാം ഒരു മനുഷ്യനാണ്, സൃഷ്ടിയാണ് അള്ളാഹു എന്നൊക്കെ വേർപെടുത്തി ശിർക്കും പൊറുക്കപ്പെടാതെ തെറ്റും അശുദ്ധി മാത്രമാണ് എല്ലാവരും. ഏത് വലിയ ഷേക്കായാലും കാണാത്തവൻ ആവാത്തവൻ അല്ലേ. എന്നിട്ട് ഞാൻ ഒതുകൊടുക്കില്ല, ഞാൻ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ ശുദ്ധമാണെന്ന് പറഞ്ഞിട്ട് വിമർശനമായിട്ട് വന്നു. ബാക്കി കേൾക്കണ്ടേ? അപ്പോഴല്ലേ മനസ്സിലാവുക. എന്ത് പറഞ്ഞു മോനിപ്പോൾ? സത്യമാണോ പറഞ്ഞത്? ബോധ്യമാണോ? അല്ല സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കഴിഞ്ഞു. ഇത്രയുണ്ട്. ബോധ്യമായോ? ഓക്കെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.